അതെന്താ മോൻ എടുക്കാത്തത്? ഇനി മൊബൈൽ ചിലപ്പോ സൈലന്റ് മോഡിലായിരിക്കോ? ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. രാവിലെ തുടങ്ങിക്കോളും ഫോൺ കോളും കൊണ്ട്. ഇതിപ്പോ എന്ത് പറ്റി? മോൻ എന്തായാലും വിളിക്കാന്ന് പറഞ്ഞതാണല്ലോ. ഇനി വല്ല വയ്യായിട്ടുണ്ടാവോ? ഹലോ, എന്താ അമ്മ ഇത്? രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ വിളിച്ച് ഇങ്ങനെ മനുഷ്യനെ ശല്യം ചെയ്തോണ്ടിരിക്കാൻ. എനിക്കിവിടെ ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ട്. അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂല? മോനല്ലേ പറഞ്ഞത് ഇന്നലെ രാത്രി വിളിച്ചപ്പോ സമയമില്ല അമ്മയെ സംസാരിക്കാൻ, നാളെ രാവിലെ വിളിക്കാന്നുള്ളത്. ഇതല്ലേ മോൻ കട്ട് ചെയ്തത്? അമ്മ രാവിലെ നേരത്തെ എനിക്ക് ഫോണും കൈപ്പിടിച്ചോണ്ടിരിക്കുക. മോൻ ഇങ്ങോട്ട് വിളിക്കുന്നു വിചാരിച്ചിട്ട്. മോന്റെ ഒരു കോളും കാണാത്ത കാരണോ അമ്മ അങ്ങോട്ട് വിളിച്ചത്. അമ്മ ഇതിനെ കുറച്ച് ലിമിറ്റ് ഇല്ലേ? എന്നെ 3-4 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ അമ്മ എന്താ വിചാരിക്കേണ്ടത്? എനിക്ക് ഓഫീസിൽ തിരക്കുണ്ടെന്നല്ലേ? പിന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? കുറച്ചെങ്കിലും കോമൺ സെൻസ് കാണിക്കാൻ പഠിക്കേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ പറയാനുള്ള വെച്ചാൽ പറ. ഒന്നും പറയാനില്ല മോനെ. മോന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട് അമ്മ വിളിച്ചത്. ഓ, സൗണ്ട് ഒക്കെ വിളിക്കാൻ കണ്ടൊരു സമയം. അമ്മ എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അമ്മ വിളിച്ചിട്ട് പോയിക്കേ. ഒരു പണിയില്ലാണ്ട് നിൽക്കുക. വെറുതെ ഇങ്ങനെ മനുഷ്യനെ വെറുതെ ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ടിരുന്നോളൂ. ഇവിടെ പോയതാ? നീ ഇന്നും ഫോൺ വിളിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക? എന്ത് ചെയ്യാനാ? ഞാൻ ഇന്നലെ തുടങ്ങി മോനെ വിളിച്ചോണ്ടിരിക്കുക. ഇന്നലെ ഫോൺ എടുത്ത് പറഞ്ഞു ഇന്ന് രാവിലെ വിളിക്കാം അമ്മേന്ന്. ഞാൻ എത്ര നേരം തുടങ്ങി ഫോണും കൈപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കുറേ നേരം അവര് ഫോൺ കേട്ട് കണ്ടില്ല പറഞ്ഞപ്പോ ഞാൻ അവൻ തിരിച്ചു വിളിച്ചു. അപ്പൊ അവൻ പറഞ്ഞു സമയമില്ല, ഓഫീസിൽ തിരക്കാണ് എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. നിനക്ക് അവന്റെ തിരക്ക് അറിയുന്നല്ലേ? അത് അങ്ങനെ കണ്ടാ മതി. അവൻ ഫ്രീ ആകുമ്പോ വിളിച്ചോളും. എത്രയും ഞാൻ വിളിക്കുമ്പോ അവനെപ്പോഴും സമയം കിട്ടുമ്പോഴും തിരിച്ചു വിളിച്ചൂടെ? എത്ര ഇങ്ങനെ എന്റെ കുട്ടിനോട് മര്യാദ സംസാരിച്ചിട്ട് എപ്പോ വിളിക്കണം പറഞ്ഞു സമയമില്ല എന്ന്. ഈ ചെറിയ കാര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഒരു ഭക്ഷണം എടുത്ത് വെക്കും, നമുക്ക് കഴിക്കാം. നോക്ക്, അവൻ എത്ര വലുതായില്ലേ? പിള്ളേരല്ലേ, പെട്ടെന്നല്ലേ വലുതാവുന്നത്. നമ്മളെ മോളെ കുട്ടി ഇത്ര ആയിട്ടുണ്ടാവില്ലേ? മോള് പ്രസവം കഴിഞ്ഞ് 6-ാം മാസത്തിൽ പോയതല്ലേ? ഇപ്പൊ കുഞ്ഞിന് 7 വയസ്സായില്ലേ? അവള് ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനാ? മക്കളെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോയില്ലേ? പിന്നെ അവർക്കും കൂടെ തോന്നണ്ടേ അച്ഛനും അമ്മയും വേണമെന്ന്. നമ്മൾ ഒരുപാട് ചോദിച്ചല്ലേ അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അവളാണ് അതിന് സമ്മതിക്കൂല. അവൾ ഇങ്ങോട്ടും വരില്ല. എപ്പോഴെങ്കിലും ഫോണിൽ കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ്. എനിക്ക് എന്തായാലും കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഇനി 6 മാസം വരെ എന്റെ മോനെ പൊന്നുപോലെ വളർത്തിയത്. നീ ഇങ്ങനെ കരഞ്ഞു നിൽക്കണ്ട, നീ ഒന്ന് വിളിച്ചു നോക്ക്, നമ്മൾക്കൊന്ന് പോയിട്ട് വരാം. അന്ന് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ ഈ സമയം തന്നെ വിളിക്കരുതെന്ന്. പിന്നെ പറഞ്ഞാലും മനസ്സിലാവൂല. ശല്യാണപ്പോ അമ്മനെ കൊണ്ട്. എന്താ അമ്മേ? ആ മോളെ എന്ത് ചെയ്യാ? തിരക്കിലാണോ? പിന്നെ തിരക്കിലല്ലാണ്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത്ര നേരം ഓരോരോ പണിയില്ലായിരുന്നു. അതൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് അമ്മ വിളിക്കുന്നത്. അമ്മേന്റെ കാര്യം പറ. അതല്ല മോളെ, ഇവിടെ ഞാൻ രേണുവിന്റെ മോനെ കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ കുഞ്ഞിനെ ഓർമ്മ വന്ന്. കുറെ ആയില്ല ഞാൻ അവനെ കണ്ടിട്ട്. എനിക്ക് മോനെ കാണാൻ തോന്നിയിട്ട് വയ്യ, അതാ ഞാൻ വിളിച്ചത്. ഓ, അമ്മ ഇപ്പൊ ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ? വേറെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ? ഞങ്ങളിപ്പോ ഇത്രയും ദൂരല്ലേ. മോൾക്ക് കുറച്ചു ദിവസം കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ആ, നല്ല കാര്യായി. കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിട്ടാ. അമ്മ ചോദിക്കുന്നത് ചെറിയ കുട്ടിയൊന്നും അല്ല, വലിയ കുട്ടിയാ. സ്കൂളിൽ പോകണ്ടേ, പിന്നെ ട്യൂഷൻ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ കുട്ടീനെ കൊണ്ട് അവിടെ വന്ന് നിൽക്കാനാ? എന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് വരട്ടെ. കുറച്ചു ദിവസം അവിടെ വന്ന് കുഞ്ഞിനെയൊക്കെ ഒന്ന് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുമല്ലോ.
അതുകൊണ്ട് എത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അയ്യോ അതൊന്നും ശരിയാവില്ല. അച്ഛനമ്മ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനാണ് രാവിലെ ഓഫീസിൽ പോകും, പിന്നെ ഏട്ടനും പോകില്ലേ, കുഞ്ഞിനാണെങ്കിൽ സ്കൂളിലേക്കും വിടും. പിന്നെ നിങ്ങൾ രണ്ടോളം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? തൽക്കാലം ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. ഞങ്ങൾക്ക് ലീവ് എടുത്തിട്ട് നിങ്ങളെ നോക്കിയിരിക്കാൻ സമയമൊന്നുമില്ല. അമ്മ പിന്നെ വിളിക്കുന്നാല്. എന്നാ മോളെ കുഞ്ഞിനെ ഒന്ന് വീഡിയോ കോളിൽ കാണിച്ചു തരുമോ? കുറെ ആയില്ലേ മോള് ഫോണിൽ കാണിച്ചു തന്നിട്ട് കുഞ്ഞിനെ. എന്താമ്മ അമ്മയ്ക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? വീഡിയോ കോളിൽ കാണിച്ചു തന്നെ പറഞ്ഞാൽ ചെറിയ കുട്ടിയാണോ എടുത്തോണ്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്? അവൻ അവിടെ കളിച്ചോണ്ടിരിക്കുക, ഇനി അവന് ശല്യം ചെയ്യാനൊന്നും പറ്റൂല. അത് മാത്രമാണ് ഒരു തവണ വീഡിയോ കോളിൽ കാണിച്ചത് അമ്മ പറയും പിന്നെയും 100 പ്രാവശ്യം കാണിച്ചെന്ന് പറഞ്ഞ് വിളിക്കും, കുട്ടീനെ കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട്. അമ്മ തൽക്കാലം കട്ട് ചെയ്തിട്ട് പോയിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. എന്തൊരു ശല്യാണ്. അപ്പൊ ഇനി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ടും കൂടി വേണം ഇവിടെ വന്ന് സ്ഥിര താമസാക്കാൻ. മോളെന്താ പറഞ്ഞു? നമ്മളോട് എന്താ ചെല്ലാൻ പറഞ്ഞു? അതിനവൾക്ക് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ തന്നെ സമയമില്ല. എന്തെല്ലാം തിരക്കിലാണത്രേ. ഞാൻ വിളിച്ചവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ ചോദിച്ചപ്പോ വരണ്ടെന്ന് അവള് പറഞ്ഞത്. ഇതെന്താ രണ്ടു മക്കൾ ഒരേമാതിരിയല്ലോ? പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് കരഞ്ഞിണ്ടാന്ന് വിചാരിച്ചു. ഇവൾക്ക് അതുമില്ല. അവളാണെങ്കിൽ വഴക്ക് പറയാൻ ഫോൺ എടുക്കും. ഇവിടെ അതുപോലും ഇല്ലല്ലോ. എനിക്ക് കുഞ്ഞിനെങ്കിലും ഒന്ന് വീഡിയോ കോളിങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അതുപോലെ അവള് ചെയ്യുന്നില്ല. മക്കളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ കാര്യം മാറ്റി വെച്ചിട്ട് അകത്ത് പോകാൻ നടക്കുക. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എന്ത് ചെയ്യാനാ? നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ വേറെ ആരതൊക്കെ ചെയ്തു കൊടുക്കുക. അവർ പഠിപ്പിക്കേണ്ടതും ജോലി വാങ്ങിക്കൊടുക്കേണ്ടതും കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ കടമയല്ലേ? എന്തായാലും ആ കടമ മക്കൾ തിരിച്ചും വേണ്ടേ? നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് എല്ലാവർക്കും അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയില്ലേ? ഇനി വയസ്സായ അച്ഛനും അമ്മനെ ആർക്ക് വേണം? അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ നടത്തി കൊടുത്തു. അപ്പൊ നമ്മളെ അവർക്ക് വേണ്ട. നല്ല കാര്യായി നിങ്ങളുടെ വാർത്തയും കേട്ടോണ്ടിരിക്കുക. മോൻ എണിക്കുമ്പോഴത്തേക്കും ചിക്കനും പിന്നെ മാർക്കറ്റിൽ നല്ല മീൻ ഇട്ടാണെങ്കിൽ അതും വാങ്ങിക്കണേ. പിന്നെ മിനി ബേക്കറിയിൽ ലഡുല്ലേ, മോന് ഭയങ്കര ഇഷ്ടം, അതും കൂടി കുറച്ച് വാങ്ങിക്കണേ. ഞാൻ പോയപ്പോരെ അപ്പൊ ഉറങ്ങല്ലേ? നിങ്ങൾ ഇപ്പൊ തന്നെ പോകണം. എന്റെ മോൻ എണിക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം റെഡിയാക്കി വെക്കണം. അല്ലാതെ അവൻ എണിക്കുന്ന സമയത്ത് എനിക്ക് അടുക്കള പണിയെടുത്ത് നിൽക്കാൻ പറ്റുമോ? എനിക്ക് അവനോട് കുറേ സംസാരിച്ചിരിക്കാനുണ്ട്. ഒന്ന് വേഗം പോയിട്ട് വരും സുധേട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ സഞ്ചി എടുക്ക്, ഞാൻ പോയിട്ട് വരാം. അന്ന് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരെ. അമ്മേ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തമ്മേ. അയ്യോ, നീ കുളിയെല്ലാം കഴിഞ്ഞ് വന്നോ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങായിരിക്കുന്നു. എന്റെ മോൻ എണീറ്റ് വന്നില്ലേ? നിങ്ങളോട് ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്ന സാധനങ്ങൾ വാങ്ങിട്ട് വരെ. ഇത് സംസാരിക്കുന്ന സമയം കളയണ്ട, ഒന്ന് വേഗം പോയിട്ട് വരും. ഞാൻ എത്ര നേരമായി മോനെ അച്ഛനെ കൊണ്ട് ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിട്ട് വരാൻ പറയുന്നത്. പിന്നെ ആ രാജുവിന്റെ കടയിൽ നിന്ന് കിട്ടുന്ന ലഡു ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അത് കുറച്ച് ഞാൻ വാങ്ങാം കേട്ടോ. ഞാൻ നിങ്ങളുടെ ചായയും കുടിച്ച് ലഡുവും കഴിച്ചു ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് വന്നല്ല. എന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. വണ്ടാറങ്ങാൻ അത് ഈ പട്ടിക്കാട് തന്നെ കൊണ്ടിടുകയും ചെയ്തു. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്റ്റാഫിനെ വിട്ടാൻ ഇങ്ങോട്ട്. നിങ്ങളുടെ മോനെ ഒരുപാട് കാഴ്ച ശേഷമാണ് നീ ഇങ്ങോട്ട് വരുന്നത്. നിനക്കിപ്പോ ഞങ്ങളെക്കാൾ ഒരാകില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങളെക്കാൾ നീ ഓടി വന്നതാണ്. മനുഷ്യനിവിടെ ഒന്നിനൊന്നിനും സമയമില്ല, അതിനിടയ്ക്കാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അച്ഛാ, ഞാനേ ആ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. ഇവിടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുക. മക്കള് പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോഴേ അവർക്ക് അതിൻ്റെതായ തിരക്കുകളുണ്ടാവും. അത് അച്ഛനമ്മമാര് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് രാവിലെ തുടങ്ങി വിളിച്ചു തുടങ്ങാം അമ്മ. ഇവിടെ ഒന്നും അച്ഛനോ പുറകെ നടന്ന് ഞാൻ അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കാലൊക്കെ കഴിഞ്ഞു. അമ്മേ, ആ ടേബിളിലെ എന്റെ ബാഗ് ഉണ്ട്, അതൊന്നും എടുത്ത. എന്തമ്മ നോക്കിക്കുന്നേ? ചെന്ന് ബാഗ് എടുത്തിട്ടോ, എനിക്ക് പോകാൻ സമയമായി. മോനെ, നീ വൈകുന്നേരം നേരത്തെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? വൈകുന്നേരം എങ്ങോട്ട് വരാൻ? ഞാൻ വരുമൊന്നുമില്ല, എനിക്ക് നേരം അവിടുന്ന് അങ്ങോട്ട് പോകണം. വൈകുന്നേരം നീ ഇങ്ങോട്ട് വരുന്നില്ല? അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ സമയമുണ്ടോ? ഞാൻ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാ. 5:30 എന്റെ പരിപാടി കഴിയും, 6 ഞാൻ ട്രെയിനിൽ അങ്ങോട്ട് പോകും. എന്നാ ശരി, ഞാൻ ഇറങ്ങാണേ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കുന്ന മക്കൾ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇനി അച്ഛനമ്മമാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും അതുവരെ എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കളെ ഒന്നുമല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തുന്ന അവസ്ഥ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ? സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും വളർച്ചയും എല്ലാം ദൂരെ മാത്രം മാറി നിന്ന് വെറും അന്യരെ പോലെ നോക്കിക്കാണേണ്ടി വരുന്ന ഈ അച്ഛനമ്മമാരുടെ ഒരവസ്ഥ അത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്നതാണ്.
ഒരു വലിയ കാലഘട്ടം വരെ രക്ഷിതാക്കളുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ചെറുപ്പവും എല്ലാം മക്കൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് അവസാനം ഇനി പാരന്റ്സിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് തോന്നുന്ന നിമിഷം മുതൽ അവരെ തനിച്ചാക്കി സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം തേടി പോകുന്ന എല്ലാ മക്കൾക്കും ഇതുവരെ തങ്ങളെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ പാരന്റ്സിനോട് തിരിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ അത് ഉണ്ടാകുക എന്നത് ഒരു വലിയ കാര്യമല്ലേ.